കേന്ദ്ര അവഗണനയ്ക്കെതിരെ CITU നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കേന്ദ്ര സർക്കാരിനെതിരെ ആശാവർക്കർമാർ മാർച്ചും ധർണയും നടത്തി. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സംസ്ഥാന വ്യാപകമായ വലിയ പ്രതിഷേധമാണ് ആശാവർക്കർമാർ CITU നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മളത് കണ്ടതാണ്. ഇന്നും അതിന്റെ തുടർച്ചയുണ്ടാകുന്നു. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമായിരുന്നു ആശമാർ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയത്. തീർച്ചയായും ഏതായാലും നിരവധി ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ തന്നെ അവരുടെ വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. അവരുടെ ഇൻസെന്റീവിലടക്കം ഉള്ള മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് CITU കടന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം ഈ ഒരു പ്രതിഷേധം തുടർന്നു വന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് ഈ ഒരു പ്രതിഷേധ സമരം നടന്നത്. ഇതിൽ പ്രധാനമായും അവർ ആവശ്യപ്പെട്ടതും കേന്ദ്രത്തിനെതിരെയാണ് സമരം വേണ്ടത്. സംസ്ഥാനം കൃത്യമായ രീതിയിൽ ആശമാരുടെ ആശങ്കകൾ അകറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ചെറിയ വിഭാഗം നടത്തുന്ന സമരം അത് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലും UDFന്റെ മുതലെടുപ്പിന്റെ അടിസ്ഥാനത്തിലും നടക്കുന്ന ഒരു സമരമാണ്. അതുകൊണ്ട് ആശമാർ കൂടി ഞങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ആശമാർ തയ്യാറാകണം, ഒറ്റക്കെട്ടായി തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് ഈ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും നടന്ന ഈ ഒരു പ്രതിഷേധ സമരത്തിൽ പ്രധാനമായും ആശമാർ ഉയർത്തിയ ആവശ്യം എന്ന് പറയുന്നത്. മനു, ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.